सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. അതെ കോപ്പിടിച്ചേട്ടാ, എന്റെ പേര് മോട്ടു എന്നാണ്. മോട്ടു, ഇതെന്റെ കൂട്ടുകാരൻ പത്ലു. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ കൂടി ഞങ്ങളുടെ കൂട്ടുകാരെ പിടിച്ചോണ്ട് പോവായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. മോട്ടു, കോപ്പിയുടെ തല നീ തിന്നാതെ. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. അറിയാവോ? എടാ കോപ്പിടി, ഈ മോട്ടുവിന് ദേഷ്യം വന്നാലുണ്ടല്ലോ പിന്നെ എന്ത് ചെയ്യൂന്ന് എനിക്ക് പോലും അറിയില്ല. നീ ഇവിടെ ഉണ്ടാവോ അല്ല എവിടെ ഉണ്ടാവോന്ന്. ഓ, അങ്ങനെയാണോ പറയുന്നത്? അനിയ, ആ റോഡ് എടുത്തോണ്ട് വാ. വേഗം പോയൊരു പ്ലേറ്റ് എടുത്തോണ്ട് വാ. പപ്പു, ആ കടയൊന്ന് നശിപ്പിച്ച് കളത്തേക്ക്. ഷെട്ടി, നിന്റെ കട തകർത്തേക്ക്. മോട്ടു, കണ്ടോടാ കോപ്രിയുടെ പവർ. ഞാൻ എന്തുകൊണ്ട് ആംബുലൻസിൽ വരികയും പോയി എന്ന് അറിയാവോ? എന്നെ എതിർക്കുന്നവർ തിരിച്ച് ആംബുലൻസിലേ പോകാറുള്ളൂ. ശരി, ഇനി പറ, നീ എന്തിനാണ് എന്റെ പിള്ളാരെ തല്ലിയത്? ഞങ്ങളുടെ കൂട്ടുകാരന്മാരെ പിടിച്ചുകൊണ്ട് വന്നു. നീ മിണ്ടരുത്. എന്നോടാണോടാ ഞാൻ സംസാരിക്കുന്നത്? കോപ്പിടുമായി എന്റെ ചങ്കൈ ഒന്ന് വിട്. പറ്റില്ല 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 പറ്റില്ല. എനിക്ക് കാര്യം അറിഞ്ഞേ മതിയാകൂ. എന്റെ പിള്ളാരെ എന്തിനാ തല്ലിയത്? വേഗം പറ, വേഗം. മോട്ടു, ഈ ചേട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ശരി പത്ലു, അവരൊക്കെ ആഗ്രഹിച്ച് ചോദിക്കുവല്ലേ, എന്നാ പിന്നെ ഞാൻ അന്ന് ശരിക്കും കാണിച്ചു കൊടുക്കട്ടെ എങ്ങനെയാണെന്ന്. ഇത് മതിയോ? ഇങ്ങനെ പിടിക്കേ, ഇതാ പിടിക്ക് പിടിക്ക് പിടിക്ക്. അയ്യോ, ഒന്ന് മതിയാക്കടേ. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ തല്ലാവോടെ. മനുഷ്യന്റെ ഊപ്പാട് വന്നു പോയല്ലോ. പിള്ളേരെ ആസ്പത്രിയിലോട്ട് കൊണ്ടുപോകും. അതെ കോപ്പടി ഭായ്, ആദ്യമായിട്ടാണ് ആംബുലൻസ് കൊണ്ട് താങ്കൾക്കൊരു ഉപകാരം വന്നത്. താങ്ക് യു മോട്ടു പത്ലു. കാരണം നിങ്ങളല്ലേ ഇത്രയും വലിയ ഗ്യാങ്ങിനെ അടിച്ചോടിച്ചു വിട്ടത്. ഇനി ഈ നഗരത്തിൽ കുറച്ച് ശാന്തി ഉണ്ടാവും. ഡോക്ടർ ചട്ക, താങ്കൾ പോയിട്ട് താങ്കളുടെ ടൈം മെഷീൻ എക്സിബിഷൻ സ്ഥലത്ത് സെറ്റ് ചെയ്തേക്ക്. പിന്നെ ഞങ്ങള് വന്ന് കാണാം നിങ്ങളുടെ ടൈം മെഷീന്റെ അത്ഭുതമൊക്കെ. ഇത് നോക്കൂ, ഈ മെഷീൻ കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലെ എല്ലാ കാര്യവും വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഓഹോ, എന്റെ സുഹൃത്തുക്കളെ കണ്ടില്ല, ഞാനൊരു അടിപൊളി മിഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിപ്പോ ഈ ബട്ടൺ അമർത്തിയ മേയർ സാറിന് ഇഷ്ടമുള്ള സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും. അതെ, കൊള്ളാം വലിയേട്ടാ, കൊള്ളാം കൊള്ളാം കൊള്ളാം. ഈ ബട്ടൺ അമർത്തുമ്പോൾ മെഷീൻ ഓൺ ആവും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോട്ടു, നീ എന്തായി കാണിച്ചത്? മോട്ടു, എന്റെ ചങ്ക, എന്റെ സുഹൃത്തെ, നീ എന്തിനാണ് ഇങ്ങനെ കാണിച്ചത്? മൊത്തം ഗുണമായെന്നാ തോന്നുന്നത്. അയ്യോ, എന്റെ തൊപ്പി, അതെന്റെ ചോക്ലേറ്റ്. അയ്യോ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. വേണ്ട, ഞാൻ വരുന്നില്ല. രക്ഷിക്കണേ, മമ്മി, രക്ഷിക്കണേ. മോട്ടു, ഒരിക്കലും കൈ വിടരുത്. എടോ, ഞാനെന്താ വിഡ്ഢിയാന്ന് കരുതിയോ കൈ വിട്ട് കളയാൻ? കയ്യ് വിടണ്ട വിടണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ വിട്ടത്? സോറി സോറി കൂട്ടുകാരെ, വെരി സോറി. അല്ല, നമ്മളിത് ഏത് കാട്ടിലാ വന്നത്?
എന്റെ അമ്മോ നമ്മളിന്ന് എങ്ങനെ ഇവിടുന്ന് തിരിച്ചു പോകും? ഓ എന്റെ ചങ്ക, എന്റെ പൊന്ന് ചിങ്കം സാറേ, ഒന്നുകൊണ്ടും പേടിക്കണത്. എന്റെ കയ്യിൽ റിമോട്ട് ഉണ്ട്, ഇതിൽ പിടിച്ചൊന്ന് ഞെക്കിയാ മാത്രം മതി, നമുക്ക് എവിടെ വേണമെങ്കിലും ചെല്ലാം. എന്താ ഇവിടെ ഒരു ശബ്ദം? ഏയ്, ആരാണത്? ആരാ ഇവിടെ ഈ ഒളിച്ചുകളി നടത്തുന്നത്? പുറത്തേക്ക് വന്നേ. വേണ്ട. എന്താ ഇത്? അല്ല വല്യേട്ടാ, ഇതെന്ത് മൃഗമാണ്? ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത് ലില്ലി ഡൈനോസേഴ്സ് ആണ്. കണ്ടില്ല, എത്ര ക്യൂട്ടാണ്, എത്ര മനോഹരമാണല്ലേ. എന്റെ അമ്മോ, ലില്ലിപുട്ട് ജീവിക്കുന്ന നഗരത്തിലേക്കാണല്ലോ മോട്ടു നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഏയ്, വേണ്ട. കാണാൻ എന്ത് നല്ല ഭംഗിയുള്ള കുട്ടികളാണ്, നല്ല സ്നേഹമുള്ള കുട്ടികൾ. ഏയ്, ഏയ്, അരുത്. കുട്ടികളെ, അത് എന്റെ തുക്കിയാണ്. ഇങ്ങോട്ട് തന്നെ. തരാൻ. വേണ്ട, തരാനല്ലോ. ആ വരൂ, എന്തായാലും വന്നതല്ലേ, നമുക്ക് ഇവിടേക്കൊന്ന് കണ്ടിട്ട് പോവാന്നേ. അതെ അതെ, വരൂ വരൂ, നമുക്ക് ഈ നഗരം ചുറ്റിക്കാണാം. ഇവറ്റുങ്ങളുടെ അച്ഛനമ്മേനെ കാണുകയും ചെയ്യാം അല്ലേ? നമുക്ക് അടിച്ചു പൊളിക്കാം. വരൂ വരൂ. യെസ്, ലെറ്റ്സ് ഗോ. ഞാൻ തളർന്നു പോയി, ഇനി കുറച്ച് വിശ്രമിക്കാം. വരൂ വരൂ, നിങ്ങൾ എല്ലാവരും ഇരുന്നോളൂ, എല്ലാവരും ഇരുന്നോളൂ. അല്ല ഡോക്ടർ ജഡ്കെ, നിങ്ങളൊക്കെ എത്ര പെട്ടെന്ന് ഇത്രയും താഴേക്ക് പോയത്? പൊളിച്ചെടുത്തല്ല മോട്ടു, ഞങ്ങളല്ല താഴേക്ക് പോയത്, നീയാണ് മുകളിലേക്ക് പോയത്. മോട്ടു സൂക്ഷിച്ച്. അപ്പാ ചപ്പാ, വേഗം വാ, ഐസ്ക്രീം വേണമെങ്കിൽ, ഭയങ്കര ടേസ്റ്റാ. ഓടിക്കോ, എല്ലാവരും ഓടിക്കോ, രക്ഷപ്പെട്ടോ. ഡൈനോ ഭാഷ, ഒന്ന് വേഗം വായോ. ഈ തണുത്ത അലുവ തിന്നാൻ വളരെ നല്ല രസമായിരിക്കും. എന്റെ അമ്മ, എന്ത് വലിയ ഡൈനോസർ ആണോ. ഇതാ നോക്ക്, അവരുടെ കയ്യിൽ നല്ല അടിപൊളി ഹൽവയുണ്ട്. വാ പോവാം, വാ, വേഗം വേഗം. വേഗം ചെന്ന് തിന്നാം. അയ്യോ, ഓടി രക്ഷപ്പെട്. വന്നിരിക്കുന്നു, വലുതാ വന്നിരിക്കുന്നത്. അത് നമ്മളുടെ പിന്നാലെ വരുന്നുണ്ട്. ഓടിക്കോ. രക്ഷിക്കണേ, രക്ഷിക്കണേ. മോട്ടു, ആ കാറിലുള്ള ഫാമിലി അപകടത്തിലാണ്, നമുക്ക് എങ്ങനെയും രക്ഷിച്ചേ മതിയാകൂ. അയ്യോ, ആരെങ്കിലും രക്ഷപ്പെടുത്തോ ഞങ്ങളെ.
ആലോചിക്ക്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? പെട്ടെന്ന് എന്തെങ്കിലും ആലോചിക്ക്. ഐഡിയ. മോട്ടു ആ പൈപ്പ് എടുക്ക്, എന്നിട്ട് വെള്ളം അടിക്കാൻ നോക്ക്. രക്ഷിക്കണേ. അയ്യോ അയ്യോ, ആരെങ്കിലും എന്റെ കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തേ. ആരെങ്കിലും എന്റെ കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തേ. മോട്ടൂത് എങ്ങോട്ട് നോക്ക്, ഫ്ലൈ ഓവർ പൊട്ടിയിരിക്കുകയാണ്. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും വേഗം രക്ഷിക്ക്. എന്നെ രക്ഷിക്കണേ. എന്നെ രക്ഷിക്കണേ. പൈപ്പ് മേലോട്ട് വലിക്ക്. കുട്ടി, എന്റെ കുട്ടി. ഓ താങ്ക് യു, കലക്കി മോട്ടു. താങ്ക് യു. വളരെ നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു. നിങ്ങൾ നിങ്ങളുടെ ജീവൻ പണയം വെച്ച് എന്റെ മോനെ രക്ഷിച്ചിരിക്കുന്നു. നിങ്ങളൊരു ധീരനാണ്. ബണ്ടി പെട്ടെന്ന് പാനിപ്പൂരി തന്നേടാ. മധുരം കുറവ്, വെള്ളം ജാസ്തി, മനസ്സിലായോടാ? ശരി ശരി കോമഡി ഭായി, ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. താങ്കൾ ഇങ്ങനത്തെ പാനിപ്പൂരി ഒരിക്കലും. എന്ത് പറ്റി? എന്റെ കയ്യെന്താ വിറയ്ക്കുന്നേ? എന്നോടുള്ള ബഹുമാനമൊന്നും ഇങ്ങനെ കാണിക്കണ്ട. ഭായി നിങ്ങളെ അല്ല, നിങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ആളെയാണ് ഞാൻ പേടിക്കണേ. ഞാനിവിടെ ഉള്ളപ്പോ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യേ, ജമ്പ് ചെയ്യാ. കിക്ക് എവിടെ പോയി? കിക്ക് എവിടെയെന്ന്? ഇതെന്താ ഇത്? ഈ മോട്ടോർ സൈക്കിളിന് ഹാൻഡിൽ ബാറും ഇല്ലല്ലോ. ഒന്ന് നോക്കിക്കേ എന്തിന്റെ പുറത്താ ഇരിക്കണേന്ന്. അല്ല കോപ്പടി ഭായി എങ്ങടെ പോണേ? കോപ്പടി ഭായിയുടെ കാര്യം പോക്കാണെന്നാ തോന്നണേ. പാവം മനുഷ്യൻ. ദയവ് ചെയ്ത് ആരെങ്കിലും ഒന്ന് എന്നെ പിടിക്കാൻ നോക്കേ. ലിഫ്റ്റ് തന്നതിന് നന്ദി. ഓടിക്കോടെ, അല്ലെങ്കിൽ ഇവന്മാര് നമ്മളെ കൊന്നു തിന്നുകളയും. ഇനിയും സ്പീഡിൽ ഓടിക്കേ. മുന്ന പപ്പു, എന്റെ അനിയൻ സൗത്ത് ആഫ്രിക്കയിൽ വലിയ നായാട്ടുകാരനാ. നമുക്ക് അവനെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. അവൻ ഇവരെ പിടിച്ചാലുണ്ടല്ലോ നമ്മള് കോടിപതികളാ. ഹലോ അനിയ. ഹെലികോപ്റ്ററിന്റെ ചിറകിന്റെ കാറ്റുകാരണം നീ പറന്നുപോയി അല്ലടാ. എഴുന്നേക്ക്. ബ്രദർ. ആ ബ്രോ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ബ്രോ, നമ്മുടെ നാട്ടിൽ ഡൈനോസേഴ്സ് വന്നിരിക്കുക. ഡൈനോസറോ? എന്നിട്ട് അതിനെ നിങ്ങൾ പിടിച്ച് വിറ്റാലുണ്ടല്ലോ കോടീശ്വരനാകാം. കോടീശ്വരൻ. എഡിയറ്റ്, നീ പേപ്പറിലും പുസ്തകത്തിലൊന്നും വായിച്ചിട്ടില്ലേ? ഡൈനേഴ്സ് ഒക്കെ ചത്തിട്ട് ഒരുപാട് കാലായെന്ന്. പക്ഷെ ബ്രോ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ.
ബ്രോ അങ്ങോട്ട് നോക്ക്, ദേ 3 ഡൈനോസർ പറന്നു പോകുന്നു. പുറകോട്ട് തിരിഞ്ഞ് നോക്ക് ബ്രോ. എന്താടാ പുലമ്പുന്നത്? അത് ഡൈനോസർ അല്ല, നല്ലവണ്ണം നോക്ക്, പ്രാവുകളാ. അത് 3 അല്ല 4 എണ്ണമുണ്ട്. ബ്രോ നീ ഇരിക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ? വലിയ ആപത്തുള്ള മൃഗമാ. ആപത്തൊക്കെ എന്നെ കണ്ട് ഭയന്നോടുന്ന കാര്യ. ഇത് ശരിക്കും ഡൈനോസർ തന്നെ. വണ്ടി എടുക്കടാ, വേഗം വേഗം പിടിച്ച് രക്ഷപ്പെടാം. അപ്പാ ചപ്പാ ഡപ്പാ പെട്ടെന്ന് വാ, പിടിക്കാവന്മാരെ. ബ്രോ ഞാൻ പറഞ്ഞപ്പോ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. ദേ മുകളിലോട്ട് നോക്ക്, മുകളിൽ. നിങ്ങളിൽ നിന്നും നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടാനാ? വരാതെ 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 ഒന്ന് വേഗം ഓട്ടിക്ക്, ഒന്ന് കത്തിച്ച് വിട്. വേഗം ഓട്ടിക്കാൻ പറഞ്ഞ് മനസ്സിലാക്ക്. ഇതെന്താ എപ്പോ നോക്കിയാലും എന്നെ തന്നെ പിടിക്കുന്നത്? അയ്യോ എന്റെ വലിച്ചെടുത്തല്ലോ. എന്റെ മാനം പോയല്ലോ. എന്നോട് മാത്രം എന്തിനാ ശത്രുത? എന്റെ ബാക്കിയുള്ള തുണി വലിച്ചെടുക്കാൻ വരുവാണോ? ഓ എന്റെ ചങ്കുകളെ, എന്റെ സുഹൃത്തുക്കളെ, എന്റെ ട്രാക്കിംഗ് മെഷീൻ എന്താ പറയുന്നെന്ന് വെച്ചാൽ ആ ഡൈനോസറുകളൊക്കെ അതാ അവിടെ ഉണ്ടെന്നാണ്. ഇത് കണ്ടില്ലേ, പോത്തുകളൊക്കെ റോഡിലാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്റെ മോട്ടു നീ ഒന്ന് ആലോചിക്കേ. ഇവരെല്ലാവരും ഈ ഭാഗത്തേക്ക് ഓടുകയാണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഡൈനോസോർ വരുന്നുണ്ടാവും. എനിക്ക് ഉറപ്പാണ്. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, പെട്ടെന്ന് വണ്ടി ഒന്ന് തിരിക്ക്. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, വണ്ടി എന്തിനാ നീ ഇങ്ങനെ ഓടിക്കുന്നത്? ഇടയ്ക്ക് വണ്ടി തിരിക്കാൻ പറയുന്നു, ഇടയ്ക്ക് പറയുന്നു വണ്ടി എന്തിനാ ഇങ്ങനെ ഓടിക്കുന്നത്. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, മിഷൻ അവരുടെ ആ ഭാഗത്തേക്ക് തിരിച്ചു വെക്കണം. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ട്. മിഷൻ ഓൺ ചെയ്യ, ഒന്ന് വേഗം ആവട്ടെ. എന്താ ഇങ്ങനെ വായി നോക്കി നിൽക്കുന്ന? വേഗം ഓൺ ചെയ്യ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ എന്ത് മിഷനാ ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ മിഷൻ ഇപ്പൊ ഓൺ ആവുന്നത് പോലും ഇല്ലല്ലോ. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ദേ അവരെത്തിക്കഴിഞ്ഞു. എന്റെ ചങ്കുകളെ, എന്റെ പൊന്നു സുഹൃത്തുക്കളെ, മിഷൻ കയറ്റി പെട്ടെന്ന് വണ്ടി കയറ്റി വെക്ക്, നമുക്ക് പോകാം. ആ ദിനോസറുകൾ ഇവിടെ വന്നാൽ എല്ലാം നശിപ്പിക്കും. അതിനു മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഓ മോട്ടു, എന്റെ ചങ്ക, നീ എന്താ ഈ കാണിച്ചത്? നോക്ക, നിന്റെ കാലിൽ വയറ് കുടുങ്ങിയിരിക്കുക. പിന്നെ എങ്ങനെ മിഷൻ ഓണാവുന്നത്? പെട്ടെന്ന് വണ്ടി എടുക്കാൻ നോക്ക്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. മോട്ടു നിൽക്കൂ. അല്ല, നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? നമ്മൾ കൂട്ടുകാരാണ്, അല്ലാതെ ശത്രുക്കളല്ല. ഞങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലേക്ക് പറഞ്ഞു വിടാനുള്ള ശ്രമത്തിലാണ്, നിങ്ങളുടെ നാട്ടിലേക്ക്. പക്ഷെ നിങ്ങളോ പാവങ്ങളായ ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നു. നിങ്ങൾക്കൊന്നും നാണമില്ലടേ, നാണമില്ലേന്ന്. മോട്ട് പറയുന്നത് സത്യമാ. കണ്ടിട്ട് ഇവൻ നല്ലവനാന്ന് തോന്നുന്നു. നമുക്ക് സഹായമായി മാറിയേക്കാം. ആ മോട്ടു സ്വന്തം ജീവൻ പണയം വെച്ചല്ലേ ആ പയ്യനെ രക്ഷിച്ചത്. ഇല്ല, അയാളൊരു തന്ത്രശാലിയായ മനുഷ്യനാ. നമ്മുടെ ഭാഷയും പഠിച്ചെടുത്തിരിക്കുന്നു. ഇയാള് കാരണമാണ് നമ്മളിവിടെ പെട്ടിരിക്കുന്നത്. പിടിക്ക്, അയാളെ വിടരുത്. അപ്പാ ടപ്പാ ചപ്പാ, പെട്ടെന്നാകട്ടെ, പിടിക്കയാളെ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഒന്ന് വേഗം വിട്. ശരി.
Watch India's largest kids library only on Jio Hotstar. Download the app now.